CPM-നെയും BJP-യെയും വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞെട്ടിക്കുന്ന വാർത്ത വരാൻ പോകുന്നുവെന്നാണ് സതീശന്റെ മുന്നറിയിപ്പ്. അതിന് താമസമില്ല. ഇക്കാര്യത്തിൽ അധികം കളിക്കേണ്ട. കേരളം ഞെട്ടിപ്പോകും. ഇന്നലെ കന്റോൺമെന്റ് ഹൌസിലേക്ക് കാളയുമായി വന്നവർ ഉടൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തും. ആ കാളയെ ഉപേക്ഷിക്കേണ്ട. പാർട്ടി ഓഫീസിന് മുന്നിൽ തന്നെ കെട്ടിയിടണമെന്നും താൻ ആ കാളയുമായി രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ്. CPM-കാരും കരുതിയിരിക്കണമെന്നും സതീശൻ. പിന്നെ BJP-കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാം. ഇന്ന് ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി. അല്ലേ? ആ കാളയെ കളയരുത്. അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJP. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്ന് ഉണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കരുത്. കാളയെ കളയരുത്. കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കരുത്. കാളയെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യം വരും. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി. വെയിറ്റ് ചെയ്താണ്. BJP-ക്ക് ചലഞ്ചുമായി സന്ദീപ് വാര്യർ. VD സതീശൻ പറഞ്ഞത് BJP കോർ കമ്മിറ്റി അംഗത്തെക്കുറിച്ചാണെന്ന് പരോക്ഷ സൂചന നൽകി സന്ദീപ് വാര്യർ. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കോൺഗ്രസിന്റെ മാതൃക പിന്തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി എടുക്കുമോ എന്ന സന്ദീപിന്റെ ചോദ്യം. കിരൺ ബാബു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, നോക്കൂ, ഇന്നലെ വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ട പ്രതിപക്ഷ നേതാവിനെയല്ല ഇന്ന് കണ്ടത്. കൂടുതൽ ആത്മവിശ്വാസത്തോടെ, വെല്ലുവിളിയുടെ സ്വരത്തോടെ, ഭീഷണിയുടെ സ്വരത്തോടെ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിനെയാണ്. CPM-ഉം BJP-യും ഒരേപോലെ കരുതിയിരിക്കണം. തങ്ങൾക്ക് നേരിട്ട അപമാനം, ഈ ക്ഷീണം, അതേ നാണയത്തിൽ തന്നെ മറുപടി നേരിടേണ്ടി വരും, അല്ലെങ്കിൽ നൽകേണ്ടി വരും CPM-ഉം BJP-യും എന്നാണോ സതീശൻ പറഞ്ഞു വെക്കുന്നത്? കോൺഗ്രസിന്റെ പുതിയ പ്രതിരോധ കാർഡ് അതെങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? ആര്യ, ആ വാർത്തയിലേക്ക് വരും മുമ്പ് ഇപ്പോൾ പല നേതാക്കളുടെയും ചങ്കിടിപ്പ് കൂട്ടുന്ന ഒന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. രാഷ്ട്രീയ കേരളത്തിലടക്കം ഏറ്റവും വലിയ കൗതുകം ആരാണ് അയാൾ എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കളുടെ ഫോണുകളിലേക്കൊക്കെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നതും നേതാക്കൾ പരസ്പരം ചോദിക്കുന്നതും ആരുടേതാണ് പുറത്തു വരാനുള്ളത്, ഏത് BJP നേതാവിൻ്റെതാണ്, ഏത് CPM നേതാവിൻ്റെതാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിന് ഉത്തരം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാളാണ് VD സതീശൻ. ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. BJP-ക്കെതിരെയും ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ CPM-നെതിരെയും ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ആരോപണം ഇങ്ങനെയായിരുന്നു. BJP-ക്കാർ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലേക്ക് ഒരു കാളയുമായി പ്രകടനം നടത്തിയിരുന്നു. എന്തിനാണ് വിത്തുകാള എന്നൊക്കെ പറയുന്നത് എന്നത് മലയാളിക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തിൻ്റെ സൂചനയാണ് എന്ന് നമ്മൾ വിശദീകരിക്കുന്നതിനപ്പുറത്തേക്ക് അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് പറയാം. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കാളയെ BJP പ്രവർത്തകർ തിരിച്ചു കൊടുക്കരുത്, അത് പാർട്ടി ഓഫീസിന് മുന്നിൽ തന്നെ കെട്ടിയിട്ടേക്കണം. 1-2 ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ കാളയെ കൊണ്ട് നിങ്ങൾക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തേണ്ടി വരും എന്നുള്ളതാണ് VD സതീശൻ പറഞ്ഞത്. ഒന്നുകിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് നേരെ, അല്ലെങ്കിൽ BJP-യിലെ മറ്റേതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവിന് നേരെ, കോർ കമ്മിറ്റി അംഗത്തിന് നേരെ എന്നുള്ള സൂചനയാണ് മുമ്പ് BJP-യിൽ ഉണ്ടായിരുന്ന, ഇപ്പോൾ കോൺഗ്രസിലെ നേതാവായിരിക്കുന്ന സന്ദീപ് വാര്യർ നൽകിയിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നത്. സന്ദീപ് വാര്യർക്ക് അറിവുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനം സ്വാഭാവികമായും BJP-യിൽ നിന്ന് നേതാവിനെതിരെയുള്ള ഗുരുതരമായ ലൈംഗിക ആരോപണം സന്ദീപ് വാര്യർക്ക് അറിവുണ്ടാകാൻ സാധ്യതയുണ്ട്. സന്ദീപ് വാര്യർ പറയുന്നത് കോർ കമ്മിറ്റി അംഗത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ BJP ധൈര്യപ്പെടുമോ? ചലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മാതൃക കോൺഗ്രസിന്റെ മാതൃക പിന്തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കേണ്ടി വരുമോ? ചലഞ്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കോർ കമ്മിറ്റി അംഗത്തിനെതിരെയാണ് ഈ ആരോപണം വരാനിരിക്കുന്നത് എന്നുള്ളതും. കോർ കമ്മിറ്റി അംഗങ്ങൾ നിരവധി പേരുണ്ട്, എല്ലാവരും പ്രധാനപ്പെട്ട നേതാക്കളാണ്. നമ്മൾ ആരുടെയും പേര് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ആരുടെയും പേര് പറയുന്നില്ല. പലതരത്തിലുള്ള സൂചനകളാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നൽകുന്നത്. ഇത്തരം ഒരു വിഷയമായതുകൊണ്ടും ഇത്തരം സൂചനകൾ പറയുന്നത് നമ്മൾ കൂടി വെരിഫൈ ചെയ്യാതെ നമ്മൾ അങ്ങനെ ഒരു വിഷയം പറയുന്നത് ശരിയല്ല എന്നുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ ആ പേര് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതല്ലേ വാസ്തവം?
ആര്യ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതല്ല, ഇത് മാധ്യമങ്ങളോട് വിളിച്ച് വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞ വാചകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരെണ്ണത്തിന് മറുപടി പറയാൻ, ഇനി മറുപടി പറയാൻ കഴിയാതെ പോയാൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു പോകുന്നത് വി ഡി സതീശന്. അതുകൊണ്ട് അങ്ങനെ ഒരു കളിക്ക് വി ഡി സതീശനെ പോലെ ഒരു നേതാവ് നിൽക്കും എന്ന് നമുക്ക് ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ പ്രതീക്ഷിക്കാനാവില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു തെളിവോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗുരുതരമായ ഏതോ BJP നേതാവിനെതിരെയുള്ള ആരോപണമുണ്ട്. ഇത് ഏതു നേതാവിനെതിരെയാണ് ആരോപണം ഏതു തരത്തിലുള്ള തെളിവുകളാണുള്ളത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയേണ്ടത്. ആ നേതാവ് ആര് എന്ന് സംബന്ധിച്ചൊക്കെയുള്ള പല സമൂഹ മാധ്യമങ്ങളും അത്തരം ചർച്ചകളൊക്കെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ചില നേതാക്കളുമൊക്കെ അത്തരം ചില സൂചനകളൊക്കെ നമ്മൾക്കുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അത്തക്കാര്യത്തിൽ ഒരു ഉറപ്പില്ലാതെ ഇത് ഒരാളെ അപമാനിക്കുന്ന തരത്തിലുള്ള വാർത്തയാണ്. അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും സത്യമല്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാവുന്ന ഒരു വലിയ അപമാനമാണ്. ഒരാളെ അവമാനിക്കാതിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരു അവമാനമാണ് ഇത്തരം സ്ത്രീ വിഷയത്തിലൊക്കെ അവമാനിക്കുക എന്ന് പറഞ്ഞാൽ. അത് അത്തരം ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയ്ക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെയെങ്കിലും പേര് ഈ സമയത്ത് പറയാൻ തയ്യാറില്ല. അത് വി ഡി സതീശൻ പറയട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരെങ്കിലും പറയട്ടെ, അല്ലാതെ നമ്മളായി അത്തരം ഒരു പേര് പറയാൻ തയ്യാറില്ല. പക്ഷേ അത്തരം ചില ചർച്ചകൾ, അത്തരം ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. അത് ഒരു കോർ കമ്മിറ്റി അംഗമാണെന്നും ഒക്കെ പറഞ്ഞും അത് ഇന്നയാളാണെന്ന തരത്തിലേക്കുള്ള സൂചനകളൊക്കെ പല ഭാഗത്തു നിന്നും വിശ്വസനീയമായ ചില സോഴ്സുകളിൽ നിന്നൊക്കെ അത്തരം സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ തൽക്കാലം എന്തായാലും നമ്മളത് പറയുന്നതിൽ ഒരു അധാർമികതയുണ്ട് എന്നതുകൊണ്ട് നമ്മൾ ആ പേര് പറയുകയോ ആ പേര് സംബന്ധിച്ച് ചില സൂചനകളെങ്കിലും നൽകുകയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അത് നമ്മൾ പൂർണ്ണമായും അത്തരം കാര്യങ്ങൾ, ഇവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട BJP നേതാവിനെതിരെ സതീശൻ പറഞ്ഞത് അങ്ങനെ ഒരു ആരോപണം വരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് എന്തുകൊണ്ടാണോ തൻ്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് കാളയുമായി വരേണ്ടി വന്നത്, ആ കാളയെ BJP ഓഫീസിൻ്റെ മുൻവശത്ത് തന്നെ കെട്ടിയിട്ടേക്കണം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഈ കാളയുമായി പ്രകടനം നടത്തേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം BJPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ അതീവ ഗുരുതരമായ രീതിയിലേക്കുള്ള ഒരു ആരോപണം വരുന്നുണ്ട്. അങ്ങനെ ഒരു വാർത്ത വരാൻ പോകുന്നുണ്ട്. ആ വാർത്ത വരുമ്പോൾ എന്തുകൊണ്ട് അയാൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്നുള്ള ചോദ്യവുമായി പോകേണ്ടി വരുന്നു. സന്ദീപ് വാര്യരാണ് കുറച്ചുകൂടി തെളിച്ചു പറയുന്നത്. കോൺഗ്രസ് മാതൃക പിന്തുടർന്ന കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ BJP തയ്യാറാകുമോ? അപ്പോൾ ആ ഒരു ചലഞ്ചാണ് സന്ദീപ് വാര്യർ മുന്നോട്ട് വെക്കുന്നത്. ഇത്തരത്തിൽ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ ഉടനടി സമാനമായ രീതിയിലുള്ള ഒരു വാർത്ത വരുമെന്നുള്ള മുന്നറിയിപ്പ് വി ഡി സതീശൻ നൽകിയിരുന്നു. അതിനെ ശരിവെക്കുന്ന തരത്തിൽ സന്ദീപ് വാര്യരുടെ ചലഞ്ച് പ്രതികരണം വന്നിരിക്കുന്നു. അതേസമയം തന്നെ കിരൺ, ഒരു കാര്യം കൂടിയുണ്ട്. ഈ CPM-നെതിരെയും സമാനമായ രീതിയിൽ ഒരു വാർത്ത വരുമെന്നുള്ള ഭീഷണി കൂടി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉയർത്തിയിരുന്നു. ആദ്യം സതീശന്റെ പ്രതികരണത്തിലേക്ക്. ഞാൻ എന്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ അധികം കളിക്കാൻ ഈ കാര്യത്തിൽ വരാനുണ്ട്. അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോ വരുന്നുണ്ട്. എത്ര കാലം ഇതുമായിട്ട് അല്ല നോക്കിക്കോ, വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞൊന്നും വൈകാറില്ല. കുടത്തിലുള്ളതിനേക്കാൾ വലിയ ഭൂതമാണ് വരാനുള്ളത്. കുടത്തിലുള്ളതിനേക്കാൾ വലിയ ഭൂതമാണ്. ഇലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും? ഒരുപാട് ദിവസമില്ലേ. കിരൺ ബാബു തുടരുന്നുണ്ട് നമുക്കൊപ്പം. കിരൺ, CPM-ഉം കരുതിയിരിക്കണം. കേരളം തന്നെ ഞെട്ടുന്ന ഒരു വാർത്തയാണ് CPM-നെതിരെ വരാൻ പോകുന്നത് എന്നുള്ള ഭീഷണിയാണ് സതീശന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അധികം വൈകാതെ വരുമെന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ ഇതിന് പിന്നാലെ ക്ലിഫ് ഹൗസിന് മുന്നിൽ നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ കൂടി നമുക്ക് ഇതിനെതിരെ കൂട്ടിച്ചേർത്ത് വായിക്കണം. ശക്തമായ, കൃത്യമായ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എടുത്തു പറയണം, അല്ലേ? തീർച്ചയായും ആര്യ, അത് തന്നെയാണ് ശരി. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ്. ഇതുവരെയും പ്രതിരോധത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവ്. പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിന് തന്നെ തോന്നുന്നുണ്ട് തൻ്റെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ അളവ് ഒരു പരിധി ഭീഷണിയുടെ സ്വരത്തിലാകുമോ എന്ന തരത്തിൽ തോന്നുന്നു. അദ്ദേഹം ആവർത്തിച്ച് കൈ ഇങ്ങനെ ചൂണ്ടി കാണിക്കുകയാണ്. കളിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. സാധാരണഗതിയിൽ എങ്ങനെയാണോ ഒരാൾ ഭീഷണിപ്പെടുത്തുക ആ മട്ടിൽ തന്നെയാണ് പറയുന്നത്. വലിയ വാർത്ത വരാനുണ്ട്, അത് കേരളം ഞെട്ടിപ്പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ CPM-നെതിരെ വരുന്ന വാർത്ത ഇനി ഈ കാളയെ കൊണ്ടുപോകേണ്ട അവസ്ഥ പറഞ്ഞാൽ ഇനി അത് അഴിമതി കേസാണോ, ഇനി അതോ
ഏതെങ്കിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുരുഷന്മാരുമായി ബന്ധപ്പെട്ട വിഷയമാണോ, അങ്ങനെ ഏതെങ്കിലും ഈ മോറൽ സൈഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏതെങ്കിലും ആണോ, അതോ ഇനി മറ്റേതെങ്കിലും അഴിമതി കേസാണ്, അക്കാര്യത്തിലൊക്കെയാണ് ഇനി ഒരു വ്യക്തത വരാനുള്ളത്. അത് കൃത്യമായി പറയുന്നില്ല. പക്ഷേ BJPക്കെതിരെ പറഞ്ഞത് വളരെ കൃത്യമാണ്. കാളയുമായി വീട്ടിലേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിനെ അർത്ഥം കൃത്യമായി തന്നെ അത് അത്തരത്തിലേക്കുള്ള ഒരു കേസ് തന്നെയാണ്. എന്തിനാണ് വിത്തുകാള എന്നുള്ള പ്രയോഗം എന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അത് വ്യക്തമാണ്. CPM-നെതിരെയും സമാനമായ രീതിയിലുള്ള ആരോപണം തന്നെയാണോ? പക്ഷേ CPM-ഉം അധികം കളിക്കരുത് എന്ന് പറയുമ്പോൾ CPM-നെതിരെയും കേരളം ഞെട്ടുന്ന വാർത്ത വരും എന്ന് തന്നെയാണ് പറയുന്നത്. അത്തരത്തിൽ അത് അധികം താമസം ഉണ്ടാവില്ല എന്നും കൂടി പറയുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഈ രണ്ട് കാര്യങ്ങളും പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ വല്ലാതെ പ്രതിരോധത്തിൽ നിന്നിരുന്ന കോൺഗ്രസ് അണികളെ സംബന്ധിച്ച് അവർക്ക് ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന, UDF ആകെ അണികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇനി അത് വരും അങ്ങനെ ഒരു സാധനം ഇല്ലാതെ പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾ പറയുമോ എന്നുള്ള ചോദ്യം അത് നമ്മുടെ മുന്നിലുമുണ്ട്. ഇങ്ങനെ സാധാരണഗതിയിലൊന്നും ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ഒരു ആരോപണം വരാൻ പോകുന്നു, അതിന് ആദ്യം ഈ പറയുന്നത് പോലെ ടീസർ ഇടുക, പ്രൊമോ ഇടുക എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ സിനിമയ്ക്കൊക്കെ നേരത്തെ ഇത് മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്ന പോലെ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ അത്തരത്തിൽ തന്നെയാണ് വരും എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നു എന്നുള്ള മട്ടിലൊക്കെ ഉള്ള ഒരു തരത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഈ രണ്ട് വെല്ലുവിളികൾ ഉയർത്തിയിരിക്കുന്നത്. ഒന്ന് BJPക്ക് നേരെയാണ് വെല്ലുവിളി, രണ്ട് CPM-ന് നേരെയാണ് ഈ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ അധികം വൈകാതെ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനൊക്കെ എത്രയോ കാലമുണ്ട് എന്നാണ്, എത്രയോ സമയമുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വിഷയത്തിൽ വരാനുണ്ട്. ഒരു വിഷയത്തിൽ അത് സൂചനകൾ പരസ്യമായി നമ്മൾ പേര് പറയുന്നില്ല എങ്കിൽ പോലും നമ്മൾ കോൺഗ്രസ് നേതാവ് നൽകുന്ന സൂചന കോർ കമ്മിറ്റി അംഗമാണ് എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ മാതൃക കോർ കമ്മിറ്റി അംഗത്തിനെതിരെ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഈ ആരോപണം വരാനിരിക്കുന്നയാൾ കോർ കമ്മിറ്റി അംഗമാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ്. അത് ആരാണ് എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് പ്രധാനപ്പെട്ട നേതാവ് ഇന്ന ആളാണെന്ന് സംബന്ധിച്ചൊക്കെ ഉള്ള ചർച്ചകളൊക്കെ പൊതു സമൂഹത്തിലും അതോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിലുമൊക്കെ നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ചില നേതാക്കളുമൊക്കെ അത്തരം ചില സൂചനകളുമൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ ഈ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇത്തരമൊരു വിഷയത്തിൽ നമ്മൾ ആരുടെയെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞ് ഇന്നയാളെയാണ് അവർ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. അതൊരു ധാർമ്മികതയല്ല, അതൊരു മാധ്യമ ധർമ്മത്തിനും യോജിച്ച ഒന്നല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പൂർണ്ണമായും നേതാക്കൾ എന്താണോ പറഞ്ഞത് അത് VD സതീശൻ പറഞ്ഞതാണ് നമ്മുടെ മുന്നിലുള്ളത്. സന്ദീപ് വാര്യർ നൽകിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. CPM-നെതിരെ സമാനമായ രീതിയിൽ ഒരു വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് VD സതീശനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും അത് 2 ദിവസത്തിനുള്ളോ 3 ദിവസത്തിനുള്ളോ അത് പുറത്ത് പറയേണ്ട അല്ലെങ്കിൽ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഉത്തരവാദിത്തം കൂടിയാണത്. അങ്ങനെ ഒരു സ്ഥാനത്ത് നിന്ന് ഇത്തരമൊരു വെല്ലുവിളി പരസ്യമായി ഉയർത്തി കേരളത്തിലെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾക്കെതിരെയാണ്. ഭരിക്കുന്ന പാർട്ടിയാണ് CPM, അതോടൊപ്പം തന്നെ ഇനി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് BJP. ആ 2 പാർട്ടികൾക്കെതിരെയാണ് കോൺഗ്രസിൻ്റെ നേതാവും പ്രതിപക്ഷ നേതാവായ VD സതീശൻ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തന്നെ ആ വാർത്ത വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും കിരൺ ബാബുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങളും ഇറങ്ങുന്നു എന്ന മട്ടിലുള്ള പ്രതികരണമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. CPM-ഉം BJP-യും ഒരേപോലെ കരുതിയിരിക്കണമെന്നുള്ള ഭീഷണിയാണ്. എന്തായാലും കേരളം ഞെട്ടാൻ പോകുന്ന ആ വാർത്ത എന്താകും എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളവും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ VD സതീശന്റെ ഈ പ്രസ് മീറ്റിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം ഈ വലിയ ഭീഷണി മുഴക്കിയതിന് ശേഷം ക്ലിഫ് ഹൗസിന് മുന്നിൽ വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നു. CPM കോഴി ഫാം എന്ന് എഴുതിയ തലക്കെട്ടോടുകൂടി CPM-ലെ എല്ലാ മുതിർന്ന നേതാക്കളെയും അതോടൊപ്പം LDF മുന്നണിയിലുള്ള മറ്റ് നേതാക്കളെയും ഒക്കെ സമാനമായ ആരോപണ നിഴലിൽ നിർത്തുന്ന തരത്തിൽ ഉള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനോട് കൂടിയ പോസ്റ്ററുകൾ പതിച്ചുകൊണ്ടും ഉയർത്തിക്കൊണ്ടുമാണ് യൂത്ത് കോൺഗ്രസ്